ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ 5 പ്രൊഡക്ട്സ് റിവ്യൂ ആണ് കേട്ടോ ചെയ്യാൻ പോണത്. നമ്മൾ ഇങ്ങനത്തെ വീഡിയോ വേറെ കുറേ ചെയ്തിട്ടുണ്ട്. പോപ്പുലർ പ്രൊഡക്ട്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്, മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ ചെയ്തിട്ടുണ്ട്, ആമസോൺ പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്, നൈക്ക പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പല കാറ്റഗറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 5 മേക്കപ്പ് പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ആണ് കേട്ടോ. ചിലപ്പോൾ നമ്മളിതിൽ 2-3 പ്രൊഡക്ട്സ് ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടാവും, ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവും, പക്ഷേ റിവ്യൂ പറഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയാൻ പോണത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാവാം. ഇത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്കാണ് കേട്ടോ. ഇത് നമ്മളൊരു ഇൻസ്റ്റാ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മിസ് ക്ലെയർ പ്രോഡക്റ്റ്സ് വെച്ച് യൂസ് ചെയ്തപ്പോൾ അതിൽ ഒരു പ്രോഡക്റ്റ് ഇതായിരുന്നു. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു റിവ്യൂ ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. മിസ് ക്ലെയർ ആസ് സച്ച് തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ്. ഇതൊരു 300 റേഞ്ച് മുതൽക്ക് ഒരു 400 ഇൻ ബിറ്റ്വീൻ ആണ് കിട്ടുക. അപ്പോൾ ഇത് ബേസിക്കലി ഇവർ പറയുന്നത് ഐബ്രോസിന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. എങ്കിലും നമുക്ക് ഐ ഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം, നമുക്കതറിയാമല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് തുറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. തുറന്നു അപ്പോൾ നമുക്കിതിൽ 4 ഷെയ്ഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് ഒരു ഡാർക്ക് ഷെയ്ഡാണ്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഏകദേശം ഒരു ബ്ലാക്കിൻ്റെ അവിടേക്ക് എത്തിയെന്ന് വേണം പറയാനായിട്ട്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്കും ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ആഷ് ഷെയ്ഡാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമുക്ക് ഐബ്രോ പ്രോഡക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടം ഈ ഷെയ്ഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള കുറച്ച് തിക്കായിട്ടുള്ള ഐബ്രോസാണ്. അത് മാത്രമല്ല എൻ്റെ മുടിയുടെ കളറും ബ്ലാക്കാണ്. അപ്പോൾ ഞാൻ ബ്രൗൺ ഭയങ്കര ലൈറ്റ് ബ്രൗൺ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം എടുത്തറിയും. അതല്ല ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും വല്ലാണ്ട് മുഴച്ചു നിൽക്കും. അപ്പോൾ ഏകദേശം ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടാറുള്ളത് കേട്ടോ. ഇത് നല്ല എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് ബ്രഷ്, ആങ്കിലോ ബ്രഷും അതേപോലെ തന്നെ സ്പൂലി കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈസിലി ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് പോലും ഏറ്റവും എളുപ്പത്തിൽ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ പറ്റുക ഈ പൗഡർ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. ഈവൻ നമ്മുടെ പെൻസിലുണ്ടല്ലോ, യൂഷ്വലി നമ്മൾ പെൻസിലാണ് മേടിക്കുക. പെൻസിലിനെക്കാട്ടിലും കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുക ഈ പൗഡർ പ്രോഡക്റ്റ് വെച്ചിട്ടാണ്. ജസ്റ്റ് ഈ ആങ്കിലോ ബ്രഷിലെടുക്കുക. നമുക്ക് ഫസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. താഴെ ഒന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക, മുകളിലും ഒന്ന് ലൈറ്റായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഓക്കെ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ ഈ ആഷ് ബ്രൗൺ ഷെയ്ഡും പിന്നെ ഈ ബ്രൗണും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം, അങ്ങനത്തെ ഐബ്രോസ് ആണെങ്കിൽ. ഇനി അതെല്ലാം വളരെ ലൈറ്റായിട്ടുള്ള ഐബ്രോസ് ആണെങ്കിൽ നമുക്ക് ഈ ഷെയ്ഡ് മാത്രം വെച്ച് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ സ്ട്രോക്സ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് പോയി, സോറി. എന്നിട്ട് ഇതിൻ്റെ കൂടെ വരുന്ന സ്പൂളി ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടി ഒരു നാച്ചുറൽ ലുക്ക് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ ഐ ഷാഡോ ലുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു, അതും നല്ലതാണ്, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐ ഷാഡോ ലുക്കാണെങ്കിൽ ഇത് നമുക്ക് ഔട്ടർ കോർണേഴ്സിലിടാം, ഇത് നമുക്ക് ഐലിഡ്സിലിടാം. ഇത് മാത്രം ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം എടുത്തിട്ട് നമുക്ക് ഐലിഡ്സിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിൻറ്റ് ഓഫ് കളർ നമുക്ക് ഐലിഡ്സിലുണ്ടാവും. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ക്യാമറയിലൂടെ, പക്ഷേ ഇൻ റിയൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാത്രം മേടിച്ചാൽ മതി. ഐബ്രോസിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഐ ഷാഡോയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് തന്നെ നമുക്ക് കോൺടോറിങ് പ്രോഡക്റ്റായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് നോസ് കോൺടോർ ചെയ്യാം കേട്ടോ. ലൈറ്റായിട്ടൊന്നിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓ അയ്യോ ദേ അമ്മയ്ക്കൊരു അരമണിക്കൂർ വേണം, അരമണിക്കൂറിൽ വരാമെന്ന് പറയും. ഓക്കെ, താങ്ക് യു ബേബി. ഹാഫ് ആൻ അവർ കേട്ടോ. അമ്മൂമ്മയോട് പറയും അമ്മ ഹാഫ് ആൻ അവറിൽ വരും, എന്നിട്ട് ബ്രോഡാഡി വയ്ക്കാൻ. ബ്രോഡാഡി സിനിമ ഇറങ്ങിയിട്ടില്ലേ? ഇന്നലെ 12 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. ഇമ്മക്കുട്ടി ഞാനിങ്ങനെ ഭയങ്കര കട്ട വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഇന്ന് വൈകിട്ടാകുമ്പോഴേ ഇവിടെ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ള സമയത്തൊന്നും സിനിമ വയ്ക്കില്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ഭയങ്കര ചിട്ടയായ ജീവിതമാണ്. രാവിലെ ഒരു 7:30-8 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ഒരു 12:30 1 മണിയാകുമ്പോഴേക്കും ലഞ്ച്, പിന്നെ രാത്രി ആണെങ്കിൽ ഒരു 7:30 ഡിന്നർ. പിന്നെ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഈ ഡിന്നറിന് ശേഷമാണ് കാണുക. ഈ ഡിന്നർ ഫിനിഷ് ഓഫ് ചെയ്തിട്ടാണ് കാണുക. എന്നിട്ട് 10 മണിക്ക് ഓഫ് ചെയ്യും. സിനിമ കണ്ടു തീർത്താലും ഇല്ലെങ്കിൽ നമുക്ക് ഗോവയിൽ എങ്ങനെയാണെന്നറിയോ, ഭക്ഷണം ഏകദേശം ഈ ഒരു രീതിക്കാണ് പോണെങ്കിലും ഈ സമയത്താട്ടോ. അതല്ലെങ്കിൽ വൈകി കഴിക്കുമ്പോൾ എനിക്കും ഏട്ടനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇമ്മക്കുട്ടിക്കും. പക്ഷേ സിനിമയുടെ കാര്യം വരുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമ ഏത് OTT പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും അത് 12 മണിക്കാണെങ്കിലും ഞാനും ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടി 12 മണി വരെ വെയിറ്റ് ചെയ്ത് ആ സിനിമയും കണ്ട് എന്നിട്ടേ കിടക്കുള്ളൂ. ആ കാര്യത്തിൽ ഒരു കുത്തഴിഞ്ഞ ജീവിതം. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ വെച്ചിട്ട്
വെയിറ്റ് ചെയ്താണ് കേട്ടോ. ഞാൻ കുറേ കഥ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിലേക്ക് പിന്നെയും തിരിച്ചു വരുമ്പോൾ നമുക്കിതൊരു കോൺടോറിങ് പ്രൊഡക്റ്റായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതെടുത്തിട്ട് ഈ ഷെയ്ഡും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോൺടോർ ചെയ്യാവുന്നതാണ്, ഇങ്ങനെയും കോൺടോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മൾട്ടി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഐബ്രോ പ്രോഡക്ട്സിൽ ഇങ്ങനത്തെ പൗഡർ പ്രോഡക്ട്സ് വരുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഇത് തന്നെയാണ്, യാതൊരു സംശയവും ഇല്ലാണ്ട് മേടിക്കാം. ഓൾറെഡി നമുക്ക് നല്ല ഐബ്രോ പെൻസിൽ ഉണ്ട്, നമുക്കത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഐബ്രോസ് നല്ല രസമായിട്ട് എഴുതണം, നല്ല തിക്കായിട്ട് തോന്നിപ്പിക്കണം, അങ്ങനെയാണെങ്കിൽ ഇത് മേടിച്ചാൽ നല്ലതായിരിക്കും. നമുക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് വരയ്ക്കുന്നതിനെക്കാട്ടും നല്ല പെർഫോമൻസ് നമുക്ക് ഇതിന്ന് കിട്ടും കേട്ടോ. നന്നായിട്ട് വരച്ചെടുക്കാൻ പറ്റും, നമ്മുടെ ഓൺ ഐബ്രോസ് പോലെ തന്നെ തോന്നുകയും ചെയ്യും. ഐബ്രോ പെൻസിലിനെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനിഷ് തരാനായിട്ട് ഐബ്രോ പൗഡർ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ ഐ ഷാഡോയിലുള്ള ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ടാവുമെന്ന് സംശയം, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തത് നൈക്ക ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് കുറേ നാൾ മുമ്പ് ഇറങ്ങിയതാണ്, ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളതാണ്. കാരണം ഇവർക്കൊരു 10-25 ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ഇതൊരു നോർമൽ സാധാരണ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എങ്ങനെയാണ് വരിക അതേപോലെ തന്നെയാണ് കേട്ടോ. ഇങ്ങനത്തെ തുറക്കുക അടയ്ക്കുക അങ്ങനത്തെ പാക്കേജിങ് ആണ്. ഏകദേശം കളർ കോഡഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ക ഒരു ഷെയ്ഡ് അല്ലെങ്കിലും ഏകദേശം കളർ കോഡഡ് ആണ്. താഴെയായിട്ട് ഷെയ്ഡിൻ്റെ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കൂടുതലും എനിക്ക് ഫ്രീ കിട്ടിയിട്ടുള്ളതാണ്, എന്ന് വെച്ചാൽ ഞാനായിട്ട് മേടിച്ചിട്ടുള്ളതല്ല. മിക്കതും നമ്മൾ നൈക്ക പ്രോഡക്ട്സ് മേടിക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് മേടിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഫ്രീ എന്ന് പറയില്ല, അങ്ങനെ ഫ്രീ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇത് രണ്ടും ഇതിനെക്കാട്ടും മുന്നേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു 5 ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. സാധാരണ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതൊരു ക്രീമി മാറ്റാണ്, പക്ക മാറ്റും അല്ല എന്നാൽ ഭയങ്കര ഒരു ഗ്ലോസിയും അല്ല കേട്ടോ. ആ ഒരു രീതിക്കാണ് വരുന്നത്. ഒരു എവറി ഡേ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഈവൻ നമ്മൾ ലിപ് ബാം സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും അത്യാവശ്യം വർക്കൗട്ടായി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്രീമി മാറ്റ് ആയതുകൊണ്ട് ഒട്ടും തന്നെ ഡ്രൈയിങ് അല്ല എന്നുള്ളതാണ്. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട്, ന്യൂഡ് ഷെയ്ഡ്സും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പിങ്കി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ്. എനിക്ക് ഡസ്കി സ്കിൻ ടോൺ ആയതുകൊണ്ട് കുറച്ച് അത്രയ്ക്ക് അങ്ങോട്ട് സൂട്ടാവാത്ത പോലെ എനിക്ക് പേഴ്സണലി തോന്നി. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഇട്ടിട്ട് ഈ ഡേ ഡ്രീമിങ് ഷെയ്ഡ് പിങ്ക് ഷെയ്ഡ് ഇട്ടിട്ട് അതിൻ്റെ മീതെ നമുക്കൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ലൊരു ഷെയ്ഡായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ബുള്ളറ്റ് ലിപ്സ്റ്റിക് മേടിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു ലിപ് ബാം ഇടുക, ഇങ്ങനത്തെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ഇടുക, അതിൻ്റെ മീതേക്ക് ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി ഇടുകയാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇങ്ങനത്തത് 1-2 ഷെയ്ഡ് മേടിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അഫോർഡബിൾ റേഞ്ചിലാണ്. ഒരു 250 to 299, മിക്കതും 299 ആണ് കാണാറുള്ളത്. പക്ഷേ ഉള്ള സമയത്തൊക്കെ നമുക്കൊരു 250 റേഞ്ചിലൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നീടുള്ളൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഗോസപ്പ് ഡോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു മെറൂൺ ബർഗൻഡി മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് അത്ര ഇഷ്ടമല്ല. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ തന്നെ അതെനിക്കൊരു മാറ്റ് ഫിനിഷിൽ ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇടുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന് മീതെ ഭയങ്കര ന്യൂഡായിട്ടുള്ള പക്ക ന്യൂഡായിട്ടുള്ള ഷെയ്ഡ്സ്, ഇപ്പോൾ കെ ബ്യൂട്ടിയുടെ തന്നെ ഗോസിപ്പ് ഷെയ്ഡ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതല്ലെങ്കിൽ സ്വിസ് ബ്യൂട്ടിയുടെ ഇത് കണ്ടോ. അയ്യോ എല്ലാം പറഞ്ഞു പോകുന്നല്ലോ. ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തതാ കണ്ടോ. ലിപ്സ്റ്റിക്കിൻ്റെ അടപ്പ് ഇങ്ങനെ വന്നു. ശരിക്കും ഇതൊരു അടപ്പാണ്. ഓ ഇങ്ങനെയാണോ? ആകെ മൊത്തം ഉടായ്പാണോ ഇത്? ഓക്കെ, ഇങ്ങനെ തുറക്കാം. ഇത് കണ്ടോ, ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനത്തെ ഷെയ്ഡൊക്കെ നമ്മൾ ലിപ്സിലിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാഷ് ഔട്ട് ചെയ്യും. വാഷ് ഔട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കളറും പിന്നെ അതുപോലെ ലിപ്സിൻ്റെ കളറും ഏകദേശം സെയിം ആയിട്ട് വന്നാൽ തന്നെ നമുക്കിങ്ങനെ ഫേസിൽ ഒട്ടും തന്നെ ഒരു തെളിച്ചില്ലാണ്ട് ഭയങ്കര ഡള്ളായിട്ടുള്ളൊരു ലുക്ക് ഉണ്ടാവില്ലേ, അതിനാണ് വാഷ് ഔട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ ഈ ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ടല്ലോ ഇതിൻ്റെ മീതിയായിട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു ന്യൂഡ് ഷെയ്ഡാവും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ല ഓപ്ഷനാണ്. അധികം ഒന്നും നിൽക്കില്ല കേട്ടോ. 3 മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഉള്ളിന്ന് പോകുന്നത്. അത് എൻ്റെ ലിപ്സിൻ്റെയും കൂടി ആയതുകൊണ്ട് പിന്നെ പറയുവേണ്ട. എൻ്റെ ലിപ്സ് ഇങ്ങനെ താഴത്തെ ലിപ്പ് കുറച്ചിങ്ങനെ മലർന്ന പോലെ. അപ്പോൾ എപ്പോഴും അതെ ലിക്വിഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ ഉള്ളിലേക്ക് പോവുകയില്ല നേരം. എനിക്കതൊരു ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കാര്യമായിട്ട് എല്ലാം ചെയ്തിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലില്ലാത്ത പോലെ തോന്നും. അപ്പോൾ എപ്പോഴും ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഫോട്ടോഷൂട്ട്സിൻ്റെ സമയത്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ആണെങ്കിലും കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഉള്ളിലേക്ക് നന്നായിട്ട് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പം ഇതാണെങ്കിൽ പൊതുവെ തന്നെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫെയ്ഡ് ഔട്ട് ചെയ്ത് പോകുന്ന ഒരു തരം ലിപ്സ്റ്റിക്കാണ്. എൻ്റെ ലിപ്സിൽ അത്
പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. നന്നായിട്ട് ഉള്ളിൽ നിന്ന് അങ്ങനെ പോകും. അതത്ര സുഖമുള്ള കാര്യമല്ല. അത് ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള എവറി ഡേ ലിപ്സ്റ്റിക്, അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എവറി ഡേ ലിപ്സ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിത് പറ്റും. ഇതും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടി പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തത് ബയോലാഷിൻ്റെ ഇത് കളർ ലാസ്റ്റ് ഷാംപൂ ആണ് കേട്ടോ. ഷാംപൂ ഉണ്ട്, കണ്ടീഷണറും ഉണ്ട്. ഇതാ, അപ്പോൾ ഇത് ഞാൻ കുറച്ച് തവണ യൂസ് ചെയ്തു, ഒരു 4-5 തവണ യൂസ് ചെയ്തു കേട്ടോ. എന്നിട്ടാണ് ഞാൻ റിവ്യൂ പറയണത്. ഇപ്പോൾ ഞാൻ മുടി കളർ ചെയ്തതിന് ശേഷം ഒരുപാട് മുടി വാഷ് ചെയ്യാറില്ല. സാധാരണ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് വാഷ് ചെയ്യാറുള്ളത്. അതായത് ഇന്ന് തല കുളിച്ചാൽ നാളെ കുളിക്കില്ല, മറ്റന്നാൾ കുളിക്കും, അങ്ങനെ. ഇപ്പോൾ ഞാൻ 3 ദിവസത്തിലൊരിക്കലാക്കി. എന്നാലേ നമുക്ക് ആ കളർ ചെയ്തത് ലാസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് പോലും ഇതാ കണ്ടു, ഈ ബർഗൻഡി ഷെയ്ഡ് കുറച്ച് ഒരു പൊടിക്കൊന്ന് ഫെയ്ഡ് ഔട്ട് ആയി. ആക്ച്വലി ഇത് റെഡ് ഷെയ്ഡായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ശരിക്കും ബർഗൻഡി ഷെയ്ഡായി. ഇപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി, നന്നായി എന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഈ ഷെയ്ഡ് ചെയ്തത്. അതല്ല ബ്രൗൺ ആയിരുന്നു ചെയ്തിരുന്നതെന്ന് വെച്ചാൽ അത് ഫെയ്ഡായി പോയിട്ട് ഇപ്പോൾ ഒരു വേറൊരു തരത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡള്ളായിട്ടുള്ള ഒരു ഷെയ്ഡായിട്ട് മാറിയേ. ഇതിപ്പോൾ ബർഗൻഡി ആയിട്ടുണ്ട്, ഇപ്പോൾ റെഡിൽ നിന്ന് മാറി ബർഗൻഡി ആയിട്ടുണ്ട്. ഇനി അത് നരച്ചൊരു ബ്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലോണ്ട് ബ്രൗൺ ഷെയ്ഡിലേക്ക് പോകട്ടോ. അപ്പോൾ എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ട്രൈബ് കൺസെപ്റ്റ്സിൻ്റെ ഇതും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, നാച്ചുറൽ ഹെയർ ക്ലെൻസർ. അതൊക്കെ നല്ലതാണ്. പക്ഷെ അതൊക്കെ കളർ എത്ര എണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഉള്ള കാര്യം വളരെ സംശയമാണ്. കളർ കൂടുതൽ മുടിയിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കളർ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഷാംപൂ ആൻഡ് കണ്ടീഷണർ ആയതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, കാരണം ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ്. 215 രൂപ ഷാംപൂവിനും 180 രൂപ കണ്ടീഷണറും. യൂഷ്വലി കളർ പ്രൊട്ടക്റ്റിംഗ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ നോട്ട് ബാഡ്. മുടി നല്ല സോഫ്റ്റ് ആക്കുന്നുണ്ട്, മാനേജബിൾ ആക്കുന്നുണ്ട്, തെറ്റൊന്നും പറയാനില്ല. കളർ എത്ര എണ്ണം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി സമയം വേണ്ടി വരും. ഇപ്പം ആസ് സച്ച് കുറച്ച് നല്ലതാണെന്ന് തോന്നുന്നു. എനിക്ക് സാധാരണ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്യും, അതേപോലെ തന്നെ ഈ ഹെയർ ക്ലെൻസർ, നാച്ചുറൽ ഹെയർ ക്ലെൻസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പോകുന്ന അത്ര കളർ ഇത് വെച്ചിട്ട് പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആസ് സച്ച് ഇപ്പോഴത്തോടെ എനിക്ക് നോക്കുമ്പോൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാനിത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ട്രൈ ചെയ്യണ്ടാവും കേട്ടോ, അറിയാൻ വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ട് ഉണ്ടാവും എന്ന് അറിയാനായിട്ട്. പക്ഷെ എന്നാലും കളർ ചെയ്തിട്ടുള്ളവരാണ് നമുക്ക് അഫോർഡബിൾ റേഞ്ചിലുള്ളത് വേണമെങ്കിൽ ബയോലാഷ് ട്രൈ ചെയ്യാം. ബയോലാഷ് നല്ല പ്രോഡക്ട്സ് ഉള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. എനിക്ക് അവരുടെ ഒരു ഹെയർ ക്രീമൊക്കെ നല്ല ഇഷ്ടമാണ്. മുടി നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് നല്ലതാണ്. ഞാനിത് കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് ഈ ഷാമ്പൂ കണ്ടീഷണർ ഉപയോഗിച്ചിട്ടാണ് കഴുകിയിട്ടുണ്ടായിരുന്നത്. മുടി കണ്ടോ, ഇതാണിപ്പോൾ എൻ്റെ നാച്ചുറൽ ഹെയർ ടെക്സ്ചർ. അതൊരു പ്രത്യേക തരത്തിലുള്ള മുടിയാട്ടോ. ചില സമയത്ത് എൻ്റെ മുടി നാച്ചുറൽ ക്ലെൻസറൊക്കെ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ബുമ്മെന്ന് ഇങ്ങനെ നിൽക്കും. ചില സമയത്ത് ഇതേപോലെ സോഫ്റ്റായിട്ട് നിൽക്കും. അതിന് അതിൻ്റേതായൊരു സ്വഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഷാമ്പൂ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കളർ ചെയ്ത് മുടിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഷാമ്പൂ നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തത് ഇത് മിസ് ക്ലെയറിൻ്റെ ഐലാഷ് ഗ്ലൂ ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്യാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇങ്ങനത്തെ മിസ് ക്ലെയറിൻ്റെ തന്നെയാണെങ്കിലും അതെ വേറെ ഉണ്ട്, പാക്കിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ ഗ്ലൂവിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണിലെഴുതി അത് കൺപീലിയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പശയുടെ ഒരു ഒട്ടലില്ലേ, അതിങ്ങനെ കൺപീലിയിലൊക്കെ ഇരുന്നിട്ട് അത് നമുക്ക് തുടച്ച് കളയുമ്പോഴൊക്കെ അതിങ്ങനെ കൺപീലിയും കൊഴിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യമായിരുന്നു ഇങ്ങനത്തെ ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനത്തെ തന്നെയാണ് പക്ഷേ ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഐലാഷ് ലൈനർ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാൽ. അത് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം പ്രോഡക്റ്റ് പുറത്തേക്ക് വരില്ലല്ലോ എന്തായാലും. ഇത് പെൻ ഫോമിലല്ലേ ഉള്ളത്, ഇത് പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും, ഇതിൻ്റെ അത്ര സമയവും എടുക്കില്ല. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, നല്ലതാണ്, പെട്ടെന്ന് ഒട്ടുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഒട്ടും തന്നെ മെസ്സി അല്ല, ഇതുപോലെ ഈ ഗ്ലൂ പോലെ ഒട്ടും തന്നെ മെസ്സി അല്ല, സൂപ്പർബാണ്. പക്ഷെ അധികം ലാസ്റ്റ് ചെയ്യില്ല. ഒരു ഗുണമുണ്ടെങ്കിൽ ഒരു ദോഷമുണ്ടല്ലേ. ഞാൻ മിസ് ക്ലെയറിൻ്റെ തന്നെ ഐലാഷാണ് കേട്ടോ വെച്ചത്. നല്ല ഐലാഷാണ്, നല്ല നാച്ചുറൽ ലുക്കാണ്, ഭയങ്കര കംഫർട്ടബിളാണ് വെക്കാനായിട്ട്. പക്ഷേ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതായി പോകുന്നു. ഇതിൻ്റെ അത്ര ഹോൾഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ്, പെട്ടെന്ന് ഒട്ടുന്നുണ്ട്, ഒട്ടും തന്നെ ക്ലംസി അല്ല, ഇങ്ങനെ ഉരുണ്ട് ഇങ്ങനെ പശ പോലെ നിൽക്കില്ല, അതൊന്നുമില്ല. ആ രീതിയിലൊക്കെ ഭയങ്കര അടിപൊളിയാണ്. പക്ഷേ മിസ് ക്ലെയറിൻ്റെ ഇതാണെങ്കിലുണ്ടല്ലോ, ഈ ഗ്ലൂ ഫോമിൽ വരുന്നത്, ഇത് ഞാൻ ഷൂട്ടിന് ഒരു ഫുൾ ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഫോക്കസ് ചെയ്യൂ പ്ലീസ്. ഇതാ ഫുൾ ഡേ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അതങ്ങനെ തന്നെ നിന്നു എന്നുള്ളതാണ്.
അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത്. കുറേ നേരം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് തന്നെ മതി, എന്ന് വെച്ചാൽ ഐലാഷ് ഗ്ലൂ ആയിട്ട് മതി. അതല്ലെങ്കിൽ പെൻ ലൈനർ യൂസ് ചെയ്യാം. ഈ പെൻ ലൈനറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് വാലിട്ട് കണ്ണെഴുതാനും ഒക്കെ പറ്റും. പറയുന്നത് ഗ്ലൂ ആയതുകൊണ്ട് ഇങ്ങനെ വാലിട്ട് അങ്ങനെ അതൊന്നും പറ്റില്ലല്ലോ, ഇത് ജസ്റ്റ് ഗ്ലൂ അല്ലേ. ആ ഒരു പേർപ്പസ് അല്ലല്ലോ ഇത് സെർവ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അത് പറയണത്. എന്തായാലും അതിനൊന്നും പറ്റില്ല. ഇത് ശരിക്കും കൺമഷിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. മെയ്ഡ് ഇൻ കൊറിയ ആണോ മിസ് ക്ലെയർ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ശരിക്കും വാലിട്ട് കണ്ണെഴുതാനൊക്കെ പറ്റും, നല്ല രീതിയിൽ വരയ്ക്കാനും ഒക്കെ പറ്റും, ഐലാഷസ് ഒട്ടിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നല്ല നീ കണ്ടുവോ എന്ത് പെട്ടെന്ന് അത് പെട്ടെന്ന് ഡ്രൈ ആയില്ലേ. നല്ലതാണ് കേട്ടോ. പക്ഷേ ഐലാഷസ് ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഇതിനൊരു പ്രശ്നമുള്ളൂ. പക്ഷേ ഇതിൻ്റെ പേർപ്പസ് അതാണല്ലോ. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മാത്രം മതി. ജസ്റ്റ് ഒരു കല്യാണത്തിന് പോയിട്ട് അങ്ങോട്ട് വരാനാണ്. മാക്സിമം നമുക്കൊരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെച്ചാൽ മതി എങ്കിൽ ഈ പെൻ ലൈനർ മതിയാവും കേട്ടോ. അതുള്ള ഒരു ഫുൾ ഡേ രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഗ്ലൂ ആണിട്ട്. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഫേസ് ഷോപ്പിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇത് ഞാൻ മേടിച്ചതല്ല, ഇത് നമ്മൾ ശ്രേയാജിൻ്റെ ആ കിറ്റ് ഉണ്ടായിരുന്നില്ലേ അതിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ മുന്നേ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് തോന്നുന്നു. അതായത് ഉപയോഗിച്ചിട്ടുണ്ട്. 400 റുപ്പീസ് എന്ന് വെച്ചാൽ 500 റുപ്പീസിന് താഴെയുള്ള മസ്കാരാസ് ഞാൻ നോക്കിയിട്ട് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇത് 400 റുപ്പീസിനാണ് ഉള്ളത്. പിന്നെ ഡിസ്കൗണ്ട് സമയത്ത് നമുക്കൊരു 350 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ മസ്കാര ഇതിൻ്റെ വോണ്ട് നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി ഇങ്ങനെ താന്നിട്ടും പൊന്തിയിട്ടും അങ്ങനെയൊക്കെയുള്ള വോണ്ടാണ്. പക്ഷെ എനിക്കൊരു റെഗുലർ വോണ്ടിൻ്റെ ആ ഒരു പെർഫോമൻസ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ പ്രൊഡക്റ്റ് ആസ് സച്ച് നോക്കുകയാണെങ്കിൽ നല്ല മസ്കാരയാണ്, മോശമൊന്നും പറയാനില്ല. ഈ ഒരു റേഞ്ച് ഒരു 300-350 റേഞ്ചൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് ആണ്. ഇപ്പം ഞാൻ ഒരു കോട്ട് മസ്കാരയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ക്ലംസി ആവണമൊന്നുമില്ല കേട്ടോ. മറ്റ് മസ്കാരാസ് പോലെ അങ്ങനെ ക്ലംസി ഒന്നുമല്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കില്ലേ, അതാണ് നമ്മൾ ക്ലംസി എന്ന് പറയുന്നത്. ചില മസ്കാരാസൊക്കെ നല്ല പെർഫോമൻസ് ആയിരിക്കും, പക്ഷെ ഭയങ്കര ക്ലംസി ആയിട്ടുണ്ടാവും. അത് അത്ര സുഖം ഉണ്ടാവില്ല, അത് കൺപീലി ഒഴിയാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ അത്ര ക്ലംസി ഒന്നല്ല കേട്ടോ, നല്ല വിടർത്തിയിട്ട് തന്നെയുണ്ട്. നല്ല ലെങ്തനിങ് മസ്കാരയാണ്, നല്ല ലെങ്ത്ത് തരുന്നുണ്ട്, പക്ഷെ അധികം വോളിയം തരുന്നില്ല. ഒബ്വിയസ്ലി വോളിയം നോക്കുമ്പോൾ ലാഷ് പാരഡൈസ് മസ്കാര അതിൽ യാതൊരു സംശയമില്ല, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷേ അതൊരു 600 അങ്ങനെയൊക്കെയല്ല അതിൻ്റെ പ്രൈസ്. ഡിസ്കൗണ്ടിലാണെങ്കിൽ 500-നൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ അത് റിമൂവ് ചെയ്യാനും കുറച്ച് പാടാണ്. ഇത് പക്ഷേ റിമൂവ് ചെയ്യാൻ അത്ര ഇതിൽ പോയോ, ഇത് റിമൂവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ഡെയിലി വെയർ മസ്കാരയായിട്ടാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നമുക്ക് ഭയങ്കര മസ്കാര കളയാനായിട്ടുള്ള ബുദ്ധിമുട്ട് അധികം വേണ്ട, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേസ് ഷോപ്പിൻ്റെ മസ്കാര ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ഡീസൻ്റ് ആയിട്ടുള്ള മസ്കാരയാണ്. അപ്പോൾ അതാണ് നമ്മുടെ 5 പ്രോഡക്ട്സ്. അപ്പോൾ ഇതിലേതെങ്കിലും പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് തോന്നണേ എന്നുള്ളത് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ എന്തായാലും ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ഇൻ കേസ് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ അപ്ഡേറ്റ് എന്ന് പറയാനായിട്ട് ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഉടുപ്പാണ്. ഇത് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സ്ലീവ് വെയർ ആണ് കേട്ടോ, മുട്ട് വരെയുള്ളത്. ഇത് സിവാമേന്നാണ്. പിന്നെ കമ്മൽ അഡോ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിൽ നിന്നാണ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തൊരു കുട്ടി ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.